വാട്സപ്പിൽ ഈ അടുത്തിടെയായിട്ട് നിരവധി നല്ല നല്ല ഫീച്ചറുകളാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും നമുക്ക് വരുന്ന കോളുകൾ, മെസ്സേജുകൾ, അതിനൊക്കെ ഒരു പ്രത്യേക നിയന്ത്രണം തന്നെ വാട്സാപ്പ് ഏർപ്പെടുത്തി കഴിഞ്ഞു. അതായത് നമുക്ക് ഏതെങ്കിലും പരിചയമില്ലാത്ത നമ്പറിൽ നിന്നാണ് കോൾ വരുന്നതെങ്കിൽ അത് സൈലന്റ് മോഡിലേക്ക് മാറ്റുന്ന ഓപ്ഷൻ ഇതിനു മുമ്പേ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ആർക്കെങ്കിലും കോൾ ചെയ്യുകയാണെങ്കിൽ ആ കോൾ ചെയ്യുന്ന IP അഡ്രസ്സ് ലീക്ക് ആവാതിരിക്കാനുള്ള ഒരു പ്രത്യേക ഓപ്ഷനും കൂടി വാട്സപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ളത് നമുക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും നമ്പറിൽ നിന്നും നമ്മളെ മെസ്സേജ് അയച്ച് നിരന്തരം ശല്യം ചെയ്യുന്നവരെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ആ നമ്പർ എടുത്ത് ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതിനായിട്ട് പ്രത്യേകമായിട്ട് ഒരു ഓപ്ഷൻ തന്നെ തന്നിട്ടുണ്ട്. ഇങ്ങനെ നിരവധി ഫീച്ചറുകളാണ് വാട്സപ്പ് ദിവസവും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ആ ഒരു പുതിയ ഫീച്ചർ ഏതാണെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വാട്സാപ്പിലെ ചാറ്റ് ലിസ്റ്റുകളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ പ്രൈവസി എന്ന ഭാഗം കാണാൻ സാധിക്കും. അത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ്ഡ് എന്ന ഭാഗം കാണാൻ സാധിക്കും. ഓക്കെ, ഇതിലാണ് നമുക്ക് ഒരുപാട് നല്ല നല്ല ഫീച്ചറുകൾ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഇത് 3ഉം വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം നമുക്ക് നൽകിയിട്ടുള്ളത് പുതിയൊരു ഫീച്ചറാണ്. ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ് എന്നാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിട്ടില്ലാത്ത നമ്പറിൽ നിന്നൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് മെസ്സേജുകൾ വന്ന് ശല്യമാകുന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. ഓക്കെ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്തിടാം. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത് പ്രൊട്ടക്റ്റ് IP അഡ്രസ് ഇൻ കോൾ എന്നാണ്. നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു IP അഡ്രസ്സ് ലീക്ക് ആവാതിരിക്കാനാണ് ഈ ഒരു ഓപ്ഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനു മുമ്പ് നമുക്ക് വാട്സപ്പ് നൽകിയ ഓപ്ഷനാണ് ഇത്. മൂന്നാമതായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത് ഡിസബിൾ ലിങ്ക് പ്രീവിയസ് എന്ന ഈ ഒരു ഭാഗമാണ്. ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിൻ്റെതോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസിൻ്റെതോ ലിങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോൾ ആ ലിങ്കിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എനേബിൾ ചെയ്യാൻ വേണ്ടി പറയുന്നത്. പക്ഷേ ഇതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോസിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ ആ ലിങ്ക് മാത്രമാണ് അവർക്ക് സെൻഡ് ആകുക. അതിൻ്റെ തമ്പിനെയിലോ അതിൻ്റെ പ്രിവ്യൂയോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഡീറ്റെയിൽസോ അവർക്ക് സെൻഡ് ആകുകയില്ല. ആ ഒരു പ്രശ്നം ഇതുകൊണ്ട് ഉണ്ട്. അപ്പോൾ ഈ 3 ഓപ്ഷനും നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ വാട്സാപ്പിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ഓപ്ഷനുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കുക. ഇവിടെ ലേൺ മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഓരോന്നിനും ഇതുപോലെ ലേൺ മോർ എന്ന് ബ്ലൂ കളറിൽ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വായിച്ച് നോക്കുക. അത് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വാട്സാപ്പിൽ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കും. പിന്നെ ഇവിടെ കോൾസ് എന്ന ഭാഗമുണ്ടല്ലോ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ പ്രൈവസി എന്ന ഭാഗത്ത് തന്നെയാണുള്ളത്. കോൾസ് എന്ന ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സൈലന്റ് അൺനോൺ കോളേഴ്സ് എന്ന ഭാഗം. ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും നിങ്ങൾക്ക് കോളുകൾ വരികയാണെങ്കിൽ ആ കോളുകൾ നിങ്ങൾക്ക് കോൾ വരും, പക്ഷേ സൈലന്റ് മോഡിലായിരിക്കും, റിംഗ് അടിയില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും ലേൺ മോർ എന്ന ഭാഗമുണ്ട്. നിങ്ങൾക്ക് അത് സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം വാട്സാപ്പിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് പുതിയ പുതിയ അപ്ഡേറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഫീച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് നിർബന്ധമായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ വന്നിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.